ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഞ്ജു ആണ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വെൽക്കം ബാക്ക് ടു മൈ വ്ലോഗ്. ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം, പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ലോങ് വീഡിയോ ആക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ആദ്യമായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോക്ക് സൗണ്ട് കുറവാണെന്നുള്ളത്. അപ്പം ഞാനാണെങ്കിൽ ഒരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന്. സാധാ ഒരു മൈക്ക്, ഒരു 1000 റുപ്പീസിന് താഴത്തുള്ളത്. അപ്പം അതാണെങ്കിൽ വന്നപ്പോൾ എനിക്ക് ഐഫോണിൽ കണക്ട് ചെയ്യുന്ന കേബിൾ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനത് റിട്ടേൺ ചെയ്തിട്ട് എനിക്ക് പുതിയത് വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതിപ്പോൾ ചാർജ് ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ നോക്കിയിട്ട് വോയിസ് ഓവർ ചെയ്യുന്നത്. സോ ഗൈസ്, അതൊക്കെ ചാർജൊക്കെ ആക്കി സെറ്റ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച മൈക്ക്. ഇതൊരു വയർലെസ് മൈക്കാണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാനൊരു 2019 ഒരെണ്ണം ഇതേ സെയിം സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്ടോക്ക് ഒക്കെ ഉള്ള സമയത്ത്. അപ്പം ഞാൻ കുറേ നാളായി യൂസ് ചെയ്തിട്ടോ. സെയിം ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ വീണ്ടും അത് തന്നെ ഓർഡർ ചെയ്തത്. പക്ഷേ ഐഫോൺ ആയതുകൊണ്ട് കണക്ട് ചെയ്യാനുള്ള കേബിൾ ഉണ്ടായിരുന്നില്ല ആദ്യം. അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പോൾ രണ്ടാമത് വന്നതിൽ കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. സാധാ ഒരു ബൈക്കാണ്, 1000 റുപ്പീസിൽ താഴെയുള്ളൂ. നോർമലായിട്ടൊരു വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് അടിപൊളി. അപ്പോൾ എൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വേണ്ടവരും ലിങ്ക് വേണ്ടവരും കമൻറ്റ് ചെയ്താൽ മതി. കുറച്ചധികം ദിവസമായിട്ട് ഫുൾ ഓട്ടോ ആണ് കേട്ടോ. വർക്കിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ഓട്ടപ്പാച്ചിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടിട്ടാണ് ഫേസൊക്കെ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ സ്കിന്നിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. കുറച്ച് നാളൊന്ന് കെയർ ചെയ്ത് പോയ സമയത്ത് ഓക്കെ ആയിട്ട് വന്നതാണ്. എഗെയിൻ പിമ്പിൾസ് വന്നിട്ടുണ്ട് കേട്ടോ. അത് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഷുഗർ കൂടുതൽ കഴിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ചിലപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. നമുക്കൊന്ന് കാണിക്കാൻ വേണ്ടി പോകേണ്ടി വരും. അപ്പോൾ ഞാൻ അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല. എടുത്ത് ഓക്കെ ആണെങ്കിൽ ഇന്ന് നമുക്ക് പോകേണ്ടി വരും കേട്ടോ. ഞാൻ ക്യൂട്ടീസിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ദോശയാണ് കേട്ടോ. ദോശ ബാറ്ററി ഞാൻ വാങ്ങിച്ചിട്ട് ഇതാ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. കറിയായിട്ട് ഞാൻ ഈ ഒരു ചട്നിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് തിരുമ്മിയെടുത്താൽ മതി. പിന്നെ അതാ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഐഫോണിൽ ചില സമയത്ത് സിനിമാറ്റിക്കിൽ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ സൂം ഔട്ടൊക്കെ ആവാറുണ്ട് കേട്ടോ. അതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ചട്നിയുടെ വീഡിയോ കാണിച്ചപ്പോൾ വിസിബിളായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് ആ ചട്നിക്കുള്ള പൗഡർ എടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു കയ്യിൽ ക്യാമറ വെച്ചിട്ടാണ് അത് ഇളക്കുന്നത്. അതുകൊണ്ടിട്ടാണ് എനിക്ക് പ്രോപ്പറായിട്ട് അത് മിക്സ് ചെയ്യാൻ പറ്റാഞ്ഞത്. അങ്ങനെ ആ ദോശ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ കുറച്ച് സാധനങ്ങൾ ഒതുക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു 2 hours ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞൊന്ന് കുളിച്ച് ഫുഡ് കഴിക്കാൻ എടുത്തിട്ടുണ്ട്. ഇഞ്ചിക്കറി ഇന്നലെ വെച്ചതാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. ഇഞ്ചിക്കറി അല്ല, പുളി ഇഞ്ചി. യൂട്യൂബ് നോക്കി തന്നെയാണ് ഉണ്ടാക്കിയത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്ത് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് കിടന്നതാണ്, ഉറങ്ങിപ്പോയി. അങ്ങനെ എണീറ്റപ്പോൾ തന്നെ ഒരു 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു സമയത്ത് പഴം ഉണ്ടായിരുന്നു. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു പഴം കീറി മുറിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ പഴംപൊരിയൊക്കെ കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞാൻ കോളിങ്ങിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവളോട് ഞാൻ എൻ്റെ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും വീഡിയോസ് ബാക്കിയൊന്ന് എഡിറ്റ് ചെയ്യണം. ഇപ്പോൾ കണ്ടിന്യൂസ് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ടിട്ട് ഫുൾ ടൈം എഡിറ്റിങ്ങിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ കുറച്ച് നേരം TV ഒക്കെ കണ്ട് കിടന്നു കേട്ടോ. അപ്പോൾ ഡിന്നറിന് ഇന്ന് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ടോ ഞാൻ ബീഫ് ബിരിയാണി കഴിച്ചിട്ട്. അങ്ങനെ സ്വിഗ്ഗിയിൽ നിന്ന് ഒരു ബീഫ് ബിരിയാണി വാങ്ങിച്ചു കേട്ടോ. അതും ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി ഫാനൊന്നും അല്ല. അപ്പോൾ നോർമലി ഒരു ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.